ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഏവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ. എങ്ങനെയുണ്ട് ഫർവാനി തോട്ട്സിന്റെ ഔട്ട്ഫിറ്റ്? എങ്ങനെയുണ്ട്? അപ്പൊ അൽഹംദുലില്ലാ ചെറിയ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞു പള്ളിയിൽ നിന്ന് ഇപ്പം വീട്ടിലേക്ക് എത്തിയാണ്. രാവിലെ തന്നെ വ്ളോഗ് എടുക്കണം എന്നുള്ള നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എണീച്ച് സുബഹിസ്കരിച്ച് പൊതുവിലെ റമദാൻ എന്ന് വെച്ചാൽ കിടന്നുറങ്ങി. പിന്നെ ഏർക്ക് എണീച്ചു കുളിച്ച് ഫ്രഷായി പള്ളിയിൽ പോയി നിസ്കാരം കഴിഞ്ഞു വന്നു. എന്തൊക്കെയാണ് നിങ്ങളെ വർത്താനം? എല്ലാവർക്കും റാഹത്തല്ലേ? എങ്ങനെ പോകുന്നു? പെരുന്നാളും കാര്യങ്ങളൊക്കെ അടിപൊളിയല്ലേ? ഓ അറിയിക്കും. പിന്നെ അങ്ങനെ വീട്ടിലെത്തി പ്രത്യേകിച്ച് ഒന്നുമില്ല, പ്രത്യേകിച്ച് ഇങ്ങനെ പോകുന്നുണ്ട്. ഇൻഷാല്ലാ ഡ്രസ്സിന്റെ ഫോട്ടോ എന്തായാലും ഇടുന്നതാണ്. പിന്നെ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും പെരുന്നാളൊക്കെ എങ്ങനെ പോകുന്നു? നമ്മളെ പെരുന്നാൾ പുള്ളറൊന്നും പേരുന്നില്ല റബ്ബേ. ആടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പുള്ളറും ടീംസെല്ലോ. ഐറ്റങ്ങളോട് വരാൻ പറഞ്ഞു, ഞാൻ വ്ളോഗ് എടുക്കുന്നുണ്ട്, വരണം എന്ന് പറഞ്ഞിട്ട്. ബട്ട് ആരും വരുന്നില്ല, ആർക്കും താല്പര്യമില്ല. ബാടാ മിസ്സവേ ബാബാ. ഇതാ എല്ലാ പിള്ളേരും വരുന്നുണ്ട്. നമുക്ക് പിള്ളേരോടൊക്കെ എങ്ങനെയുണ്ട് നിങ്ങളെ പെരുന്നാൾ, എങ്ങനെയുണ്ട് പെരുന്നാളെന്നൊക്കെ ചോദിക്കാം. ഓക്കെ ചേപ്പേട്ടി പഠിച്ചോനെ, ഒരു പുതിയൊരു വള്ളി വരുന്നുണ്ട് എൻ്റെ ഉള്ളിലേക്ക്. അല്ലെ പുറത്ത് പോയി പണി കിട്ടും. ഇപ്രാവശ്യത്തെ പെരുന്നാൾ ഫർവാനി തൂക്കിയിട്ടാ. നോക്കി എന്ത് ഇത് പുള്ളറ് പെരുന്നാളത്തറബേ. പുള്ളറിന്റെയും വരുന്നുണ്ട്. പെട്ടെന്ന് വേറെ സ്ലോ മോഷൻ ഇടാണ്ട്. പിള്ളേർ ഒന്ന് പച്ചയുണ്ട്, ചോപ്പുണ്ട്, മഞ്ഞയുണ്ട്, കറുപ്പുണ്ട്, വയലറ്റ് ഉണ്ട്, എല്ലാം എല്ലാ കളറുണ്ട്. എടാ ബാടാ അല്ലേ? ആ വ്ളോഗാ. പറയൂ ഫാദി പറയൂ. ബാബാ ഇങ്ങോട്ട് പോ. പെരുന്നാൾ എങ്ങനെയുണ്ട്? പെരുന്നാൾ വേണ്ട ഇതാണ് ഫറൂഖ്. പെരുന്നാൾ പറടാ. ഹവാസ് എങ്ങനെയുണ്ട് പെരുന്നാളും കാര്യങ്ങളൊക്കെ? പറടാ വ്ളോഗാടാ. പെരുന്നാൾ എങ്ങനെയുണ്ട് പറടാ. ഉസാറല്ലേ? പറയൂ റസൽ ഉസാർ. ഫാദി പറ പെരുന്നാൾ എങ്ങനെയുണ്ട്? ഷാമിൽ ഫ്രീ സ്റ്റൈൽ ഷാമിൽ പറയൂ. രാജു പറ ബാക്കി വരുന്നുണ്ട്. പറ പെരുന്നാൾ എങ്ങനെയുണ്ട്? ഇവൻ ഇൻട്രോവേർട്ടാ. ഇതാ ചോപ്പ് കളറുണ്ട്, മഞ്ഞ കളറുണ്ട്, എല്ലാ ഡ്രസ്സും ഉണ്ട്. രാവിലെ തന്നെ പെരുന്നാൾ പള്ളിയിൽ വെച്ചിതാ പെട്ടിയെടുത്ത് വന്നു ഇവിടത്തേക്ക് ചോറിന് പൊരിക്കേക്ക് ചോറ് മേടിച്ചതാ. നാട്ടിലത്തെ എല്ലാം അങ്ങനെ നമ്മള് ഇത്താത്തന്റെ വീട്ടിലേക്ക് വന്നിക്കാള്. ഓക്കെ, വീട്ടിൽ നിന്ന് സ്വന്തം ഇത്താത്തന്റെ വീട്ടിലേക്ക് വന്നിക്കാള്. വീട്ടിന്റെ അടുത്ത് തന്നെ ഇതാ എന്റെ അനിയൻ മിസ് ഫർവാനി. മഷാല്ലാ. അസ്സലാമു അലൈക്കും സാബിത് കുമാർ. ഇതാണ് ഇത്താത്തന്റെ മൂത്ത സന്തതി. ഫുഡ് കഴിച്ചില്ല. ഫുഡാണ് ഫസ്റ്റ് ഫുഡ് എടുക്കാൻ. വീഡിയോയിൽ വരാൻ താല്പര്യമില്ല. ഇത്താത്തക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമില്ലോ. എങ്ങനെ കൊണ്ടുപോകറ അങ്ങനെ എന്തായിക്കണ്ട്. ഇത്താതെ നല്ല കസ്റ്റേർഡാന്ന് തോന്നുന്നു. കസ്റ്റേർഡ് ഇട്ടിട്ടുണ്ട്. കസ്റ്റേർഡ് തന്നെയല്ലേ ഇത്? അപ്പം ഇത്താതെ സ്പെഷ്യലായ നല്ല ചിക്കൻ ബിരിയാണി അല്ലാതാ. ചിക്കൻ ബിരിയാണി എല്ലാം ബർക്കറ്റിനെ കഴിക്കുന്നില്ല, കുറച്ച് കഴിക്കും. പിന്നെ ചിക്കൻ ചില്ലി എന്താ അച്ചാറിന്? ചിക്കൻ അച്ചാർ സ്പെഷ്യൽ ചിക്കൻ അച്ചാർ. അത് മറന്നു. മിസ്സവിടു ബ്രോ. നല്ല ചിക്കൻ എല്ലാം ചിക്കൻ. ഇപ്രാവശ്യത്തെ പെരുന്നാൾ ചിക്കൻ കൊണ്ടുപോയി ഇപ്രാവശ്യത്തെ പെരുന്നാൾ. സാധനം
ചിക്കൻ അച്ചാർ. നമുക്ക് അങ്ങനെ ഒരു വലിയൊരു സെലിബ്രിറ്റിനെ കിട്ടിയിട്ട് സെലിബ്രിറ്റി പറയൂ. നമ്മളങ്ങനെ പെരുന്നാക്ക് ഫർവാനിന്റെ വീട്ടിൽ വന്നതാണ് ഫുഡെല്ലാം അടിക്കാൻ പണ്ട്. രണ്ടാമത് പള്ളിക്ക് വന്നത് വെള്ളിയാഴ്ച അല്ലേ? ചുമ്മാ പള്ളിക്ക് പോയിട്ട് വരാം. ഓക്കെ നമ്മൾ എന്താണ് സെലിബ്രിറ്റി അഹമ്മദ് മുജിത്തബാന്റെ പേരും ഫോട്ടോ എടുക്കാൻ വന്നിട്ടുള്ളത്. എവിടെ? കൂവേരി തൂക്കുപാൽ. കൂവേരി തൂക്കുപാൽ കണ്ണൂർ ജില്ലയിലെ വളരെ പ്രസിദ്ധമായ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇത്. ഇതിന്റെ താഴെന്ന് വെച്ചാൽ വലിയൊരു അത്ഭുതം എന്ന് വെച്ചാൽ ഇതിന്റെ താഴെ വലിയൊരു പുഴയാണ്. ഇങ്ങനെ വെള്ളം ഇങ്ങനെ അതാണ് വെള്ളം. ഈ വെള്ളമുള്ള പുഴയാണ് ഇത്. ഇതിന്റെ മേലോട്ട് ഇങ്ങനെ എന്താണ് വെള്ളത്തിലൂടെ മനുഷ്യന്മാർക്ക് നടക്കാൻ കഴിയായിരുന്നു. സോ അതുകൊണ്ട് പണ്ട് കാലത്തെ മനുഷ്യന്മാരുണ്ടാക്കിയ ഒരു പാലാണെന്ന് പറയപ്പെടുന്നു. പിന്നെ മണ്ണാങ്കട്ടയിലെ കോപ്പ് ഈ അടുത്ത് പൊട്ടി ഇത്. അതുകൊണ്ട് ഇത് കൂടുതൽ കുലിക്കാൻ പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കയറാൻ പാടില്ല എന്നൊക്കെ. ഒരുത്തം പുഴക്കുന്ന് കുളിക്കുന്ന നട്ടുവച്ചൊക്കെ മാണ്ട. അതാണ് പ്രശ്നം. നമുക്ക് കേട്ടോ. പിന്നെ എന്നാ താഴെ പോയിട്ട് ഫോട്ടോ എടുക്കുന്ന പോയിക്കൊണ്ടിരിക്കുമ്പോ നമ്മളെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ആ ക്യാമറ ഉണ്ട് വരുന്നല്ലേ. ക്യാമറ ഓക്കെ കണ്ടില്ലേ ക്യാമറ? ഇതാണ് സെലിബ്രിറ്റി. അടിപൊളിയല്ലേ? എല്ലാരും കമന്റ് ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ടെന്ന് എല്ലാരും കമന്റ് ചെയ്യണം കേട്ടോ. ആ പാട്ടില്ലേ എന്താ ഒരു മധു പാട്ടുണ്ടല്ലോ, അത് സിനിമ പാട്ടല്ലേ? ഇതാണ് ഗൈസ് നമ്മൾ ഫോട്ടോ എടുക്കാൻ വന്ന പ്ലേസ്. കുവരി ശ്രീ സോമേശ്വരി ക്ഷേത്രം. മാർച്ച് 31 മുതൽ പെരുന്നാളിന് ഫോട്ടോ എടുക്കാൻ വന്ന നമ്മൾ അമ്പലത്തിന്റെ അടുത്ത്. ഇതാണ് മതസൗഹാർദ്ദം. ഇതാണ് റിയൽ കേരള സ്റ്റോറി. അപ്പോ ഇനി മുമ്പിലായിരുന്നോ? കാരണം വീണ നാളെ ഇത് റിയലൈസ് വരും. യെസ് ഗൈസ്, നമുക്ക് മേലെ എടുത്താ പോലെ ഫോട്ടോ. ഇന്നതല്ലേ വിഷയം, വീണിട്ട് ഇതെല്ലാം എഡിറ്റ് ആക്കിട്ട് ഞാനൊന്നും പറ്റിക്കൂലേ. ഇതാണ് ഗൈസ് എന്റെ നാട്ടിലെ എന്താണ് ഊട്ടി. വിഷ്വൽ ബൂട്ടി അല്ല ഊട്ടി എന്ന് ഞാൻ പറഞ്ഞ. ഊട്ടിയടാ ഓമുങ്ങിയ രക്ഷിക്കാൻ വേണ്ടി വരും. കുത്തം കുളിക്കണ്ടല്ലേ ഇതല്ലേ ഈ പാൻറ്റിൽ ഉരിച്ച് രക്ഷിക്കാൻ വേണ്ടി പഠിച്ചാണ്. അടിപൊളി സ്ഥലമല്ലേ? ആ പൊങ്ങി മാഷാ അല്ലാ പേഴ്സ് അല്ലേ. നമ്മള് ദൃസാക്ഷികളല്ലേ. എങ്ങനെയുണ്ട് പ്ലേസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പ്ലേസ് അടിപൊളി സ്ഥലം. അപ്പം ഫോട്ടോ പൊട്ടിക്കട്ടെ. ഓക്കെ അങ്ങനെ പെരുന്നാൾ കഴിഞ്ഞൂടാ, വൈകുന്നേരമായി. സത്യം പറഞ്ഞാൽ വലിയ ആഘോഷം ഉണ്ടായിരുന്നില്ല. കാരണം എന്താ അറിയോ, നമ്മളെ കുടുംബക്കാരെ എല്ലാ ആൾക്കാരെയും പ്രവാസ ലോകത്തിലെ ആൾക്കാരെയൊക്കെ വിളിച്ചു നോക്കുമ്പോൾ പറയണത് ആടെ ഇനിയും പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയെന്നാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മളെങ്ങനെ ഇരുന്ന് ആഘോഷമാക്കാം. പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ ഇങ്ങനെ റീലിൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഈ ഫലസ്തീനിലെ യുദ്ധങ്ങളും അവിടുത്തെ ഇവിടുത്തെ കുട്ടികളുടെ അതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ കരച്ചായിരുന്നറാം. അതുകൊണ്ട് വലിയ ആഘോഷവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അൽഹംദുലില്ലാ പഠിച്ചുകൊണ്ട് തോഫിക്കൊണ്ട് റമദാൻ 29 നോമ്പും പഠിച്ചുകൊണ്ട് നല്ല തോഫിക്കൊണ്ട് നല്ലേക്ക് എടുക്കാൻ കഴിയുന്നു. അൽഹംദുലില്ലാ പെരുന്നാളിലേക്ക് എത്തി. പെരുന്നാളും അൽഹംദുലില്ലാ നല്ല വസ്ത്രങ്ങളൊക്കെ ഇട്ട് നല്ല സുഭിക്ഷമായ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് അൽഹംദുലില്ലാ എന്തായാലും സെറ്റായി. അൽഹംദുലില്ലാ. പിന്നെന്താ, നിങ്ങളെ പെരുന്നാളൊക്കെ എങ്ങനെ പോയി? അടിപൊളിയായിരുന്നോ? എന്തൊക്കെയാ വർത്താനം? എല്ലാം കമൻസിലൂടെ അറിയിക്കും. ഓക്കെ, അപ്പൊ ബൈ. അടുത്തൊരു വ്ളോഗിലൂടെ കാണാം. ടപ്പേ.